നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റാണ്, ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ആദ്യം നമുക്ക് ചെമ്മീനെല്ലാം വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ തോലൊക്കെ കളഞ്ഞ് നാരൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി വയ്ക്കാം. ഞാൻ ചെമ്മീനെല്ലാം നന്നായി വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്കിത് കുറച്ച് മസാല ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു 1/2 ലെമൺ പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഞാൻ വെളുത്തുള്ളി മുഴുവനായിട്ട് വറുത്ത് കോരി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ചേർത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്ത് കോരാം. ഈ ചെമ്മീൻ വറുക്കുന്നതിനോടൊപ്പം ഞാൻ 1 കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി തോല് കളഞ്ഞതാണിത്. ഇത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാനത് മുഴുവനായി ചേർക്കുകയാണ്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അത് നമുക്ക് പകുതി കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെമ്മീൻ്റെ ഒപ്പം നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആവണ്ട, പകുതി വേവായാൽ മതി. എന്നിട്ട് നമുക്കിത് കോരി വയ്ക്കാം. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് മസാല മൂപ്പിച്ചെടുക്കുന്നത്. ഈ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 5 സവോള നീളത്തിൽ അരിഞ്ഞതാണിത്, ഇതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ കൂടുതലുള്ള പോലെ തോന്നും, പക്ഷെ വാടി വരുമ്പോൾ അത് ഇത്തിരിയാവും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് എടുത്തിട്ട് കുറച്ച് സവോള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള നന്നായി വഴണ്ടി വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനിലും മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഓരോരുത്തരുടെ അളവിന് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. നന്നായി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസുള്ള 4 തക്കാളി. ഇനി ഇതിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം.
തക്കാളിയൊക്കെ നന്നായി കുഴഞ്ഞു വന്ന പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് പകുതി വറവായിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഈ മസാലയിൽ കിടന്നിട്ടാണ് ചെമ്മീൻ വേവിക്കുന്നത്. മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇത് വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. നന്നായി ചാറൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമായിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാകത്തിന് ഇറക്കി വയ്ക്കാം. ഇതെല്ലാം നന്നായി ഈ ചാറ് കൂടി നന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല റോസ്റ്റായി കിട്ടും. അത് ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ്. ഇതിലെ പകുതി മാറ്റി വെച്ചിട്ട് ഞാൻ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.